മഹത്വമുണ്ടാകട്ടെ. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കും. ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ഷൈൻ ജോൺ മാത്യു അച്ഛൻ, അഭിമന്യ മധ്യ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയൻ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, മഹായിടവക ഭാരവാഹികളായ ട്രഷറർ റവറൻ ജിജി ജോൺ അച്ഛൻ, ജിജി ജോൺ ജേക്കബ് അച്ഛൻ, രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷിബ തരകൻ, സെന്റ് സ്റ്റീഫൻ CSI ചർച്ച് ഇടവകാംഗങ്ങളെ, ST മണിക്ക് വേണ്ടി കൈത്താങ്ങൽ നൽകി സഹായിച്ച അഭ്യുതകാംക്ഷികളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, സഭാംഗങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹം. മുമ്പേ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2018-19 വർഷങ്ങളിലെ പേമാരിയെ തുടർന്ന് കാലപ്പഴക്കം ചെയ്യുന്ന ദേവാലയത്തിന്റെ വേസ്റ്റ് ഇടിഞ്ഞ് നിലംപതിക്കാവുന്ന അവസ്ഥയിലായി. എന്നാൽ തുടർന്നുണ്ടായ COVID-19 മഹാമാരി നിയന്ത്രണങ്ങളും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. നിയന്ത്രണങ്ങളോടെ 12/2020 വീണ്ടും ആരാധന തുടങ്ങിയപ്പോൾ അപകടാവസ്ഥയിലായ വെസ്റ്റ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലായി. അഭിമന്യ തിരുമേനി വിവരം ധരിപ്പിച്ചപ്പോൾ ആർക്കും അപകടം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് പൊളിച്ചുമാറ്റി പണി തുടങ്ങാൻ തിരുമേനി നിർദ്ദേശിച്ചു. അങ്ങനെ വെസ്റ്റ് പൊളിച്ചുമാറ്റി പുനർനിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്നതിനാൽ സഭയിലെ ഓരോ കുടുംബത്തിൽ നിന്നും 10,000 രൂപ വീതം തവണകളായോ ഒന്നിച്ചോ നൽകണമെന്ന് തീരുമാനമെടുത്തു. മഹായിടവകയിൽ ധനസഹായത്തിന് അപേക്ഷ നൽകി ക്രിസ്മസ് റൗണ്ട്സ് നടത്തി കുറച്ച് തുക സമ്പാദിച്ചു. അങ്ങനെ 25/4/2021 പുനർനിർമ്മാണ പണി തുടങ്ങി. പണി നടന്നുകൊണ്ടിരിക്കെ അന്നത്തെ മഴക്കാലത്ത് വെസ്റ്റിയുടെ ഭാഗം ഉൾപ്പെട്ടു വന്നിരുന്ന കരിങ്കൽ ഉപയോഗിച്ച് പണിതിരുന്ന സംരക്ഷണ ഭിത്തി പൂർണ്ണമായി ഇടിഞ്ഞു വീഴുവാൻ ഇടയായി. നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന വെസ്റ്റിയുടെ ഭാഗത്തിനും ദേവാലയത്തിന്റെ ഭാഗത്തിനും നാശം സംഭവിക്കും എന്നുള്ളതിനാൽ ഇടിഞ്ഞു വീണ സംരക്ഷണ ഭിത്തിയുടെ ഭാഗത്ത് കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾ പുനർനിർമ്മിക്കേണ്ടി വന്നു. വെസ്റ്റ് പുനർനിർമ്മാണത്തിന് വേണ്ടി സമാഹരിച്ച തുകയുടെ നല്ലൊരു ഭാഗം കോൺക്രീറ്റ് റീറ്റെയിനിങ് വാൾ നിർമ്മാണത്തിന് ചെലവഴിക്കേണ്ടി വന്നു. 34 കുടുംബങ്ങൾ മാത്രമുള്ള സഭയിലെ എല്ലാവരും തന്നെ സാധാരണ പണിക്കാരാണ്. 3 ഗവൺമെന്റ് പെൻഷൻകാരുണ്ട്, 3 സർക്കാർ ജീവനക്കാരുണ്ട്. ബാക്കി എല്ലാവരും സാധാരണ പണിക്കാരാണ്. പക്ഷേ സഭയിൽ നിന്നും 3.5 ലക്ഷം രൂപ തന്നവരുണ്ട്, 2 ലക്ഷം രൂപ തന്നവരുണ്ട്, 50,000 വീതം തുക നൽകി സഹായിച്ചവർ സഭയിലുണ്ട്. ഇത് കൂടാതെ സഭയിലെ 10,000 രൂപ പിരിവ് കൂപ്പൺ മുഖേന ഞങ്ങൾ കുറച്ച് പൈസ സമാഹരിച്ചു. ഇതൊന്നും തികയാതെ വന്നപ്പോൾ ഈ സഭയിൽ നിന്ന് തന്നെ 2 പേര് ഇതെങ്ങനെയെങ്കിലും പണി തീർക്കണം എന്നുള്ള രീതിയിൽ വന്നിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന്, വർഗീസ്മത്തായ അച്ഛന് ലോണായിട്ട് കുറച്ച് തുക ഏൽപ്പിച്ച് അച്ഛൻ അറിയാറ്. അങ്ങനെ വെസ്റ്റ് മുടങ്ങി കിടന്ന വെസ്റ്റ് നിർമ്മാണ പണി വീണ്ടും തുടങ്ങിയെങ്കിലും ഈ 10,000 രൂപ മിക്കവാറും കുടുംബങ്ങൾ തന്നു. പക്ഷേ അതുകൊണ്ട് തികയാതെ വന്ന് വീണ്ടും ഒരു 10,000 രൂപ കൂടെ ഓരോ കുടുംബത്തിനും നൽകണമെന്ന് നിർദ്ദേശം വെച്ചു. സെന്റ് സ്റ്റീഫൻ CSI ഇടവകയിൽ നിന്നും ആവശ്യമായ കൈത്താങ്ങൽ ലഭിച്ചിട്ടുണ്ട്. ഈ ഇടവകയിൽ നിന്നും വിവാഹിതരായി പോയ പെൺകുട്ടികളിൽ നിന്ന് ഞങ്ങൾ പിരിവെടുത്തു. അങ്ങനെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരുന്ന 2 റവറൻ PJ ജോസച്ചൻ തുടങ്ങി 24-21 തുടങ്ങി 4-24 വരെ വർഗീസ്മത്തായ അച്ഛൻ്റെ നേതൃത്വത്തിലും പണി നടന്നു വന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് തന്നെയായിരുന്നു കാര്യം. ഷൈൻ ജോൺ മാത്യു അച്ഛൻ ചാർജ് എടുത്തത് മുതൽ അച്ഛൻ ചോദിച്ചു എന്തായാലും ഇങ്ങനെ ഇട്ടേക്കുന്നതിന്. അപ്പം പറഞ്ഞു പൈസയൊന്നും ഇല്ല. പക്ഷെ പറഞ്ഞു അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഇത് എന്ത് വന്നാലും എങ്ങനെയെങ്കിലും ഇത് പരിശ്രമിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇത് കൂദാശ നടത്തി മതിയാവുമെന്ന് അച്ഛൻ നിർദ്ദേശിച്ചു. അച്ഛൻ്റെ ശ്രമത്തിൽ പലരെ കൊണ്ടും പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യുകയും ധനസമാഹരണം നടത്താനുള്ള ഒരു താല്പര്യം അച്ഛൻ കാണിക്കുകയും ചെയ്തു. മഹായിടവകയിൽ വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു. 3ാമത്തെ അപേക്ഷയാണ് കൊടുത്തത്. ഒരപേക്ഷ കൊടുത്ത് കൗൺസിലറൊക്കെ അന്നത്തെ കൗൺസിലർ ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ അത് പറയുകയും ചെയ്തു. ഏതായാലും ഓഗസ്റ്റ് മാസം 28-ാം തീയതി 1 ലക്ഷം രൂപ മഹായിടവകയിൽ നിന്ന് അനുവദിച്ച് നൽകി.
പറയുകയാണെങ്കിൽ 25/4/2021 റവറൻ PJ ജോസച്ചൻ തുടങ്ങി വെച്ച് റവറൻ വർഗീസ് മത്തായി അച്ഛൻ്റെ കാലത്ത് തുടർപണി നടന്നുകൊണ്ടിരുന്നു. 2024 ഇന്നേ ദിവസം സെപ്റ്റംബർ 19 ഇതിന്റെ കൂദാശ കർമ്മം നടത്തുവാൻ ദൈവം സഹായിച്ചു. ഇത്രത്തോളം ദൈവം സഹായിച്ചു നന്ദിയോടെ ഓർക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ബ്രീഫ് പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ അന്ന ടീച്ചർ പറഞ്ഞു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ വെസ്ട്രിയുടെ കൂദാശയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയും നടത്തിയത് അഭിമന്യൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണ്. തിരുമേനി വളരെ താല്പര്യത്തോടെ തന്നെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ആവശ്യമായ നല്ലൊരു ദൂത് നമുക്ക് നൽകുകയും ചെയ്ത തിരുമേനിയോടുള്ള അഞ്ചിലോ സെന്റ് പീറ്റേഴ്സ് CSI സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. മഹയുടെ ഭാരവാഹികൾ എല്ലാവരും വന്നിട്ടില്ല. ട്രഷറർ അച്ഛനുണ്ട്. ട്രഷറർ അച്ഛനെ ഈ പ്രാവശ്യം നേരത്തെ ഇരുന്ന ട്രഷറർ അച്ഛനെ ഞാനും കൂടെ പോയി കണ്ടിരുന്നു. അപ്പൊ ഈ പണി നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് പുറത്തുനിന്നാരും ഇല്ല, നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ ഉള്ളു. അന്നേരം നമ്മുടെ ഈ അടയ്ക്കാൻ പറ്റിയില്ല, സെൻട്രൽ ഫണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പൈസ ഒന്നും തരത്തില്ല, നിങ്ങൾക്ക് ഫണ്ട് തരികയില്ല, അത് അടച്ചാൽ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് അത്രയും പൈസ ഉണ്ടെങ്കിൽ ഈ പണിയൊക്കെ തുടരാം, അത് കഴിഞ്ഞ് ഞങ്ങള് തവണകളായിട്ട് അടച്ചോളാം. അത് പറ്റത്തില്ല. മഹായിടവക ഞങ്ങളുടെ ഇടവക പള്ളിയിലെ സെക്രട്ടറി ശ്രീ മാത്യു സാറും ഉണ്ടായിരുന്നു അന്നേരം. ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ പോയില്ല, 2 പ്രാവശ്യം പിന്നെ പോയില്ല. ഈ പ്രാവശ്യം അച്ഛൻ തന്നെ പോയി, ഷൈനച്ഛൻ തന്നെ പോയി അപേക്ഷ കൊടുത്തിട്ട്. ഏതായാലും ട്രഷറർ അച്ഛൻ 1 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. ഈ ചടങ്ങില് ഈ കൂദാശ കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അച്ഛന് റവറൻ ജിജി ജോൺ ജേക്കബ് അച്ഛനോട് അഞ്ചിലോ സെന്റ് പീറ്റേഴ്സ് സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. ബിഷപ്പ് ചാപ്ലിൻ റവറൻ ഷെറി ജോൺ അച്ഛനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ടിരുന്നു. ഭാരവാഹികളെ രജിസ്റ്റർ അഡ്വക്കേറ്റ് ഷീബ തരകന്മാർ മാഡത്തിന് പല പ്രാവശ്യം ഞാനും കണ്ടിരുന്നു, ഈ വിവരം ധരിപ്പിച്ചിരുന്നു. ഞങ്ങൾ പല സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോഴൊക്കെ ഈ വിവരം പറഞ്ഞിരുന്നു. അപ്പം നോക്കാം, നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന പോലെ. പക്ഷെ ഒരു മടിയായിരുന്നു കൊടുക്കാൻ. ഏതായാലും അവസാനം അപേക്ഷ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. കാര്യം ഇതെങ്ങനെ പണിയാണ്, ഇതിപ്പോൾ മഹായിടവയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയും പണിത് തീർക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഏതായാലും പറ്റാത്ത ഒരവസ്ഥ വന്നു. അവിടുന്ന് 1 ലക്ഷം രൂപ സമാഹരിച്ച് തന്നു, സാങ്ഷൻ ചെയ്ത് തന്നു. മാഡത്തോടുള്ള സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. മല്ലപ്പള്ളി ജില്ലാ വൈദിക സെക്രട്ടറി റവറൻ ഷാജി ജോൺസൺ അച്ഛനാണ്. അച്ഛന് ഈ ഇടവകയിലെ മുൻവികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അച്ഛനെ ഇവിടെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് ഇവിടെ ക്ലബ്ജി മീറ്റിങ്ങിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഭംഗിയായിരിക്കുന്നത്, നല്ലപോലെ ചെയ്യുന്നത് നന്നായിരിക്കും, എങ്ങനെയെങ്കിലും ചെയ്യാൻ പറഞ്ഞ വേണ്ട പ്രചോദനം നൽകി ഈ കൂദാശ കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്ത് അച്ഛനോടുള്ള സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. റവറൻ ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നംപള്ളി അച്ഛൻ ഈ പള്ളിയിലെ മെമ്പറാണ്. അപ്പൊ അച്ഛനോട് അച്ഛനിവിടെ ഒരു പ്രാവശ്യം ആരാധനയ്ക്ക് വന്ന അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു. അച്ഛന് പിറ്റേ ദിവസം തന്നെ അച്ഛന് ഇവിടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു. അപ്പൊ അച്ഛനെ കാണാനിടയായി. അച്ഛൻ അന്ന് തന്നെ കുറച്ച് ഫണ്ട് ഞങ്ങൾക്ക് തരികയും വേണ്ട ആലോചനകൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വിളിക്കുമായിരുന്നു. എങ്ങനെയായി പണി എങ്ങനെയായി എന്നൊക്കെ ചോദിച്ച് വേണ്ട ആലോചനകൾ തരികയും ചെയ്ത അച്ഛനോടുള്ള നന്ദി അറിയിച്ചു. മുൻ വികാരിമാരായ റവറൻ PJ ജോസച്ചൻ, റവറൻ വർഗീസ് മത്തായി അച്ഛൻ രണ്ടുപേരും ഈ പണിക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകി സഹായിച്ചു. ജോസച്ചൻ തുടങ്ങി വെച്ച് വർഗീസ് മത്തായി അച്ഛൻ പണി തുടർന്നു. പക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ രണ്ടുപേരും അവരവരുടെ വിഹിതം അവിടെ തന്ന് സഹായിച്ചു. ജോസച്ചനോടും വർഗീസ് മത്തായി അച്ഛനോടും സഭയുടെ പേരിലുള്ള സെന്റ് സ്റ്റീഫൻസ് CSI ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള ഇടവകങ്ങളുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, കൈക്കാരന്മാരുണ്ട്, സെക്രട്ടറി ഉണ്ട്. മുമ്പേ ഇവിടെ പറഞ്ഞാലെല്ലാം പറഞ്ഞു. ഇടവകയിൽ
സഭയും തമ്മിൽ നല്ല ഒരു ഐക്യം ഉണ്ടായാലേ ഞങ്ങൾ നല്ല ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇടവകയിൽ നിന്ന് നല്ല കൈത്താങ്ങൽ ലഭിക്കാറുണ്ട്. കൈത്താങ്ങൽ ഇതിലും കൈത്താങ്ങൽ മാത്രമല്ല, ഒരു ഓൾട്ട് ടേബിളും കൂടി നൽകി സഹായിച്ചു. എല്ലാവരോടുമുള്ള കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഇടവകങ്ങൾ എല്ലാവരോടും ഉള്ള അഞ്ചിലോ സഭയുടെ നന്ദി അറിയിച്ചു. പ്രത്യേകിച്ച് പരിയാരം പള്ളിയിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഞങ്ങൾ പള്ളിയുമായിട്ടല്ല, ഞങ്ങൾ സർവീസ് സംഘടനയിലൊക്കെ പ്രവർത്തിച്ചതാണ്. BGC മാത്യു, ശ്രീ BGC മാത്യു. അപ്പോൾ BGC മാത്യുവിനെ ഒരു പ്രാവശ്യം ഞാൻ കാണാനിടയായി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പള്ളിപണിയൊക്കെ നടക്കുക അറിഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി സഹായം നൽകണം. അപ്പം BGC മാത്യു പറഞ്ഞു, പിന്നെ ഇപ്പം തന്നെ ഞാൻ ശകലം വല്ലതും തന്നേച്ചൊക്കെ പോകും, എന്തോ പറയുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും, പണി ഉടനെ ഒന്നും തീരത്തില്ല, വെയിറ്റ് ചെയ്യാം. നല്ല ഒരു തുക നൽകി. ഞാൻ പോലും അറിഞ്ഞില്ല. അച്ഛനെ സ്വന്തമായി അച്ഛനെ ഏൽപ്പിച്ചു. എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞ അച്ഛനെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു. അച്ഛനെ ഏൽപ്പിച്ച് ഞാൻ അതിശയിച്ചു, ഇത്രയും പൈസയൊക്കെ തന്നല്ലോ എന്നുള്ളത്. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, അതുകൊണ്ടാണ് ശ്രീ BGC മാത്യുവിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇടവകയിലെ സെക്രട്ടറി മാത്യു സാറ്, കുര്യൻ സാർ, ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകി സഹായിച്ചിട്ടുള്ളതാണ്. ഈ ചുറ്റുപാടുമുള്ള അഭീതകാംക്ഷികളായ ജോൺസൺ പൗലോസ് കുന്നേല്, മറിയക്കുട്ടി കരിമ്പിൽ, ജോയി ചെറുത്തലയ്ക്കൽ, റോബിൻ കീച്ചേരി, ബേബിച്ചൻ കുതിച്ചിറ, തമ്പി കണ്ണമല, ശ്രീ ടോംസ് പട്ടത്തോട്ട്, ശ്രീ തമ്പി ഇലവുങ്കൽ, ശ്രീ സലോമി മഞ്ഞനാങ്കുഴി, മാർട്ടിൻ, ശ്രീ ജഗൻ, ശ്രീമതി ജോളി ജോൺസൺ പെരുന്തുരുത്തി, ശ്രീ മാത്യു കുതിച്ചിറ എന്നിവരും ഇതിന് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതാണ്. അവരെല്ലാം ചുറ്റുപാടുമുള്ള അഭീതകാംക്ഷികളാണ്. അവരോടുള്ള സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്ത് ഇവിടെ ഈ നമ്മുടെ പാഴ്സനേജിൽ താമസിച്ച് സുനിൽ പീറ്റർ, മുണ്ടമ്പലം സഭാംഗമായി സുനിൽ പീറ്റർ ഈ പാഴ്സനേജിൽ കുറച്ച് നാൾ താമസിച്ചു. നല്ലൊരു എമൗണ്ട് ഈ പണിക്ക് വേണ്ടി തന്നിരുന്നു. സുനിൽ പീറ്ററിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സഭയിൽ നിന്ന് വിവാഹിതരായി പോയ ജോലിയുള്ള എല്ലാ പെൺപിള്ളേരെയും ഞങ്ങളെ വിളിച്ചിരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചു. അല്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡോക്ടർ നിമില ജോസഫ്, ഡോക്ടർ നിഷി ജോസഫ്, ഡോക്ടർ ആൻ മേരിസ, മിസ്സിസ് പമില ജോസഫ്, ആശ സാമുൽ, മിസ്സിസ് PP മോളി, ഇവരോടുള്ള സഭയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സഭയിൽ നിന്നുള്ള EJ അന്ന, മുമ്പേ പറഞ്ഞ അന്ന ടീച്ചർ ഈ സഭയിലെ കമ്മിറ്റി അംഗമാണ്. മുതിർന്ന നേതാവ്, മുതിർന്ന സീനിയർ സിറ്റിസൺ ശ്രീമതി അന്ന ടീച്ചർ ഈ ഫെസ്റ്റി പണിക്ക് വേണ്ടി നല്ല ഒരു തുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തുക തന്ന് സഹായിച്ചു. കൂടാതെ ഈ വെസ്റ്റിയുടെ ഫ്ലോറിങ്, ടൈലിട്ട്, വെസ്റ്റിയുടെ ഫ്രണ്ട് ഡോറ് ഇടിഞ്ഞു പോയ കോമ്പൗണ്ട് വാള് കെട്ടിത്തന്നു. ഈ കൊയർ സ്റ്റാൻഡ്, ഫാന് എന്നിവ സ്പോൺസർ ചെയ്ത് നൽകിയുണ്ടായി. അന്ന ടീച്ചർക്ക് നല്ലൊരു തുക തന്നത് കൂടാതെ ആയിട്ടുണ്ട്. ശ്രീമതി അന്ന ടീച്ചറോടുള്ള സഭയുടെ നന്ദി അറിയിച്ചു. ഈ ദേവാലയത്തിന് 2 സ്പീക്കർ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ദേവാലയത്തിന്റെ ആവശ്യത്തിലേക്കായി സ്പീക്കർ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകി. ആദ്യമായിട്ട് 3 പേരാണ് ഇതിന് സാമ്പത്തിക സഹായം നൽകിയത്. ഈ സഭയിലെ മുൻ അംഗമായിരുന്ന EJ പത്രോസ് CTക്കൽ ഇപ്പോൾ പാലക്കാട്, ഉദ്യോഗാർത്ഥ പാലക്കാട് പോയി അവിടെ താമസിച്ച് വരികയാണ്. അവിടുത്തെ CSI ഓഫ് ചർച്ച് പാലക്കാടിലെ മെമ്പറാണ് നിലവിൽ. ശ്രീ EJ പത്രോസ്, മിസ്റ്റർ ആലൻ ജോൺസ് വീട്ടിക്കൽ, ശ്രീ MI മത്തായി സർ, മന്ന ഭവൻ പരിയാരം, ഇവർ 3 പേരും കൂടാണ് ഈ സ്പീക്കർ, മൈക്രോഫോൺ ഇതെല്ലാം സ്പോൺസർ ചെയ്യാൻ ആവശ്യമായ തുക നൽകിയത്. ഇവരോടുള്ള സഭയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വെസ്റ്റിക്ക് അത് പണിത് തീരുന്നുണ്ട്. 2 റൂമിലും ഇടാനായിട്ട് ഫാന് സ്പോൺസർ ചെയ്തത് പാറാട്ട്, ഈ സഭയിലെ തന്നെ പാറാട്ട് മേരിയാണ്. ശ്രീമതി മേരിയോടുള്ള സഭയുടെ നന്ദി അറിയിച്ചു. സജി തങ്കച്ചന്റെ ജോലി തിരുവനന്തപുരത്താണല്ലോ. ഇങ്ങനെ ഈ ഒരു ആവശ്യം വന്ന് ഈ ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള ആവശ്യങ്ങൾ പറയുമ്പോൾ അപ്പോഴേ ലീവ് എടുത്ത് ഇവിടെ വരാറുണ്ട്. സാമ്പത്തിക സഹായത്തിനൊപ്പം ദേവാലയത്തിന്റെ ഉപയോഗത്തിനായി കമ്മ്യൂണിയൻ സെറ്റ്, ഫാൻസി ലൈറ്റ്,
ഇലക്ട്രിക് ലൈറ്റ്, ഇലക്ട്രിക് ഐറ്റംസ് എന്നിവയെല്ലാം സ്പോൺസർ ചെയ്ത് സഹായിച്ച് ശ്രീ സജി തങ്കച്ചനോടും കുടുംബത്തോടുമുള്ള സഭയുടെ നന്ദി അറിയിച്ചു. കീബോർഡ് വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡ് സ്പോൺസർ ചെയ്ത് സഹായിച്ചത് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത അഖിലകാംക്ഷിയാണ്. അഖിലകാംക്ഷിയോട് സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. ആൾട്ടർ ക്ലോത്ത്സ് സ്പോൺസർ ചെയ്ത് സഹായിച്ചത് ശ്രീമതി ലൈല ജോസഫ് വീട്ടിക്കലാണ്. ലൈല ജോസഫിനോടുള്ള നന്ദി അറിയിക്കുന്നു. ചർച്ച് കമ്മിറ്റിയുടെ പണി ഏർപ്പെട്ടിരുന്നവർ, ചർച്ച് വെസ്റ്റി പണിയിൽ ഏർപ്പെട്ടിരുന്ന ചർച്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാര് ഇവിടെ തങ്ങളുടെ ജോലികൾ മാറ്റിവെച്ചു, അല്ലാതെ ഈ മഹോരാത്രം ജോലി ചെയ്ത് നമ്മളിവിടെ കുറെ പൈസ സ്വരൂപിച്ചു. പക്ഷേ അതിൻ്റെ ഒരു നമ്മൾ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നല്ല ഒരു അവരുടെ അധ്വാനം എടുത്തു പറയത്തക്കതാണ്. നല്ലൊരു തുകയ്ക്ക് സമാനമായ ജോലി അവർ രാത്രി പകലും ഇവിടെ നിന്ന് ചെയ്തു. എടുത്തു പറയാനായിട്ട് ചെറുപ്പക്കാര് അവരുടെ സേവനങ്ങൾക്ക് നന്ദി പറയുന്നു. മിസ്റ്റർ PP ബേബി, മിസ്റ്റർ ലാൽജി, മിസ്റ്റർ പ്രദീപ്, മിസ്റ്റർ ലിജോ എൻ തമ്പി, മിസ്റ്റർ ജേക്കബ് ജോൺ, മിസ്റ്റർ സജി തങ്കച്ചൻ, അലൻ ജോൺ സാം, മിസ്റ്റർ ജോബിൻ ജോൺ ഫിലിപ്പ്, മിസ്റ്റർ ഡാനി സാം തമ്പി തുടങ്ങിയവരാണ്. ഇവരെ മിക്കവാറും എല്ലാ ദിവസവും വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഇവർ മാറി നിൽക്കാറുള്ളൂ. ഇവർ ഇത്രയും എല്ലാ പണിയും താഴെ കയ്യാലെയൊക്കെ കെട്ടിയത് ഇവർ തന്നെയാണ്. കല്ലറക്കി കൊടുത്താൽ ഞങ്ങൾ തന്നെ ചെയ്തോളാം. അങ്ങനെ അവർ ചെയ്ത് അവരുടെ പ്രയത്നത്തിന് എന്ത് പറഞ്ഞാലും മതിയാകത്തില്ല, നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എന്നാലും അവരോടുള്ള സഭയുടെ നന്ദി അറിയിച്ചുകൊള്ളു. ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും ചെയ്ത് സഹായിച്ചത് കമ്മിറ്റി അംഗം കൂടിയായ മിസ്റ്റർ ലാൽജിയും സുഹൃത്ത് പി ബാബു കൂടിയാണ്. അവരോടുള്ള പ്രത്യേക നന്ദി സഭയുടെ പേരിൽ അറിയിച്ചുകൊള്ളു. പെയിന്റിങ്ങും അനുബന്ധ ജോലികളും ചെയ്ത് സഹായിച്ചത് കമ്മിറ്റി അംഗം കൂടിയായ മിസ്റ്റർ പ്രദീപും സഭാംഗമായ സിബി ജേക്കബും കൂടിയാണ്. 2 വർക്കുകളും ചെയ്തവരോടുള്ള സഭയുടെ നന്ദി അറിയിച്ചു. കമ്മിറ്റിക്കാരെല്ലാവരും തന്നെ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ EJ ജോസഫ്, ശ്രീ ജേക്കബ് ജോൺ എന്നിവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇവര് നല്ലതായിട്ട് സഭയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത ഡോക്ടർ EJ ജോസഫ് കുടുംബവും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൗൺസിലർ സഭയിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ശ്രദ്ധിക്കുകയും ജോലിയുടെ ഇടയ്ക്കും അവിടെ നിന്ന് ഇറങ്ങി വരാറുണ്ട്. വെസ്റ്റി പണി സംബന്ധിച്ച വിവരം എന്താ ഇത് നടക്കാത്തതെന്ന് ചോദിച്ചത്. അത് പൈസ ഇല്ല, എങ്ങനെ പല പ്രാവശ്യം 5 ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്, എന്താ നടക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു. കൗൺസിൽ മെമ്പറായി തിരഞ്ഞെടുത്ത് കൗൺസിലിൽ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ശ്രീ അലൻ ജോൺ സാമിനോടുള്ള സഭയുടെ നന്ദി അറിയിച്ചു. സഭയുടെ എല്ലാം സ്ത്രീജനങ്ങൾ ഈ സഭയിലെ സ്ത്രീജന സംഖ്യാംഗങ്ങൾ ഇവിടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിലും ഇവരൊക്കെ ജോലി ചെയ്യുമ്പോൾ വേണ്ട കൈത്താങ്ങളൊക്കെ പുറകെ നിന്ന് മിക്കവാറും ചെയ്യാറുണ്ട്. ആ സ്ത്രീജന സംഖ്യാംഗങ്ങളോടുള്ള നന്ദി അറിയിച്ചുള്ളൂ. കൊയറിലെ കുട്ടികൾ, യൂത്ത് എല്ലാവരും ഈ പ്രവർത്തനത്തിൽ എല്ലാവരും നല്ലതായ രീതിയിൽ അവരവരുടെ ഭാഗങ്ങൾ പ്രവർത്തനം കാഴ്ചവെച്ച് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സഭാജനങ്ങൾ ഏത് കാര്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും കൈത്താങ്ങൽ നൽകുന്നത് സഭാജനങ്ങളാണ്. സഭാജനങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സഭയിലെ കമ്മിറ്റിക്കാർ ഉൾപ്പെട്ട കുടുംബങ്ങൾ 3.5 ലക്ഷം രൂപ തന്നവരുണ്ട്, 2.25 ലക്ഷം തന്നവരുണ്ട്, 1 ലക്ഷത്തിൽ കൂടുതൽ തന്നവരുണ്ട്, 50,000 വീതം തന്നവരുണ്ട്. തുക നൽകി സഹായിച്ചു. ലോണായിട്ട് തുക നൽകി സഹായിച്ച എല്ലാ സഭാജനങ്ങളോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കും. കോൺട്രാക്ടർ വെസ്റ്റ് പണി തുടങ്ങിയ സമയത്ത് ഒരു കോൺട്രാക്ടറായിരുന്നു ശ്രീ സന്തോഷ്. പണി പൂർത്തീകരിക്കുവാൻ വേറെ ഒരു കോൺട്രാക്ടറെ, അപ്പൊ പണി പൂർത്തീകരിക്കാൻ പിടിച്ച കോൺട്രാക്ടറെ, പണി തുടങ്ങിയ കോൺട്രാക്ടർ പൂർത്തീകരിച്ചത് ശ്രീ സെൽവനാണ്, തുടങ്ങി വെച്ചത് ശ്രീ സന്തോഷ്. 2 പേരോടുള്ള സഭയുടെ നന്ദി അറിയിച്ചു. പള്ളി ഒക്കെ നമ്മളിങ്ങനെയാക്കി, പക്ഷെ പള്ളിയും പരിസരമൊക്കെ വൃത്തിയായി കിടക്കണമെങ്കിൽ കപ്പ്യാരുടെ സേവനം ആവശ്യമാണ്. നമ്മുടെ കപ്പ്യാർ എല്ലാ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയോടുകൂടെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. മിസ്സിസ് മോളി തമ്പിയോടുള്ള
സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടു. അവസാനമായിട്ടാണ് അച്ഛൻ്റെ കാര്യം പറയാൻ കാര്യം. അച്ഛന് റവറൻ ഡോക്ടർ ഷൈൻ ജോൺ മാത്യു അച്ഛന് ഇടവക വികാരി. അച്ഛന് ഇവിടെ വന്നപ്പോഴച്ഛൻ ചോദിച്ചു എന്നാൽ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഇത് പറ്റത്തില്ല. വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച അച്ഛനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഏത് കാര്യത്തിനും എപ്പോഴും അച്ഛൻ്റെ ഒരു നേതൃത്വമുണ്ട്. രാവിലെയും ഉച്ചയ്ക്ക് രാത്രി എപ്പം നോക്കിയാലും ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഞാനിതിൽ പല പ്രാവശ്യം പോകുമ്പോൾ അച്ഛൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ പിള്ളേരോട് ചോദിക്കും അച്ഛൻ വന്നു, അച്ഛൻ വന്നേച്ച് ഇപ്പം അങ്ങോട്ട് പോയതോടെ ഇനിയും വരും. അപ്പോൾ ആവശ്യം എന്താണെങ്കിലും അവിടെ എന്ത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനൊരു നിർദ്ദേശം അന്നേരമേ വയ്ക്കും. അച്ഛൻ ഇങ്ങനെ പള്ളി നോക്കി അവർ പണി ചെയ്യുമ്പോഴാണ് ഈ പള്ളി ഇങ്ങനെ തിരുമേനി മുന്നേ അത് ഓർമ്മിപ്പിച്ച് തിരുമേനി ഇതിലെ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. അച്ഛനും അത് കണ്ടപ്പോഴതൊരു മോശമാണെന്ന് തോന്നി. അച്ഛന് ഇതിനെ പറിച്ച് സ്ത്രീയുടെ പണി മാത്രമല്ല ഈ പള്ളിക്കും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ വരുത്തുവാനായിട്ട് അച്ഛൻ്റെ ശ്രമം മൂലം നടന്നു. വളരെ ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങൾ അച്ഛൻ ചെയ്തു. ഈ ഓൾട്ടർ ടേബിള്, കോയർ സ്റ്റാൻഡ്, കീബോർഡ് സ്റ്റാൻഡ്, ഓൾട്ടർ ക്ലോത്ത്, ഇതിനൊക്കെ സ്പോൺസർമാരെ കണ്ടുപിടിക്കുക മാത്രമല്ല അല്ലാതെ ശരിയായി അച്ഛൻ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ സ്പീക്കർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 11 മണി വരെ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴേ അച്ഛനുണ്ട്. ഒരു ദിവസം ഞാൻ 6 മണിക്ക് വന്നപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് 7:30 ആയപ്പോഴും അച്ഛൻ ഇവിടെ വന്നു. ജോലിക്കാരുടെ കൂടെ അച്ഛന് നേതൃത്വം നൽകി. അച്ഛൻ്റെ നല്ല നേതൃത്വത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് സഭയ്ക്ക് സമൂഹത്തിന് അച്ഛൻ്റെ പ്രവർത്തനം പ്രയോജനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അച്ഛൻ്റെ വളരെ ശുഷ്കാന്തിയോടുള്ള സ്തുത്യകർമ്മമായ സേവനത്തിനും പ്രവർത്തനത്തിനും അഞ്ചില സെന്റ് പീറ്റേഴ്സ് സഭയുടെ പേരിലുള്ള കഴിഞ്ഞ 3.5 വർഷമായി 2019 ഞങ്ങൾ ഈ ക്രിസ്മസ് കരോട് നടത്തി കുറച്ച് പൈസ ശേഖരിച്ചതാണ്. കോവിഡ് വന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് 3.5 വർഷം എടുത്ത് ഇത് തീർക്കാനായിട്ട് കഴിഞ്ഞ 3.5 വർഷമായി വെസ്റ്റ് ദേവാലയ പണികളിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത് സഹായിച്ച് എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊള്ളു. എല്ലാറ്റിനും ഉപരിയായി വെസ്റ്റ് പണിയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഒരു കാര്യം കൂടെ, അത് ഇന്നത്തെ കാര്യമാണ്. ഇന്ന് നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്തതിൽ അത് 3 പേരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്, പിന്നെ സജി തങ്കച്ചൻ, ഡോക്ടർ ഇ ജെ ജോസഫ്, അച്ഛന് സജി തങ്കച്ചൻ. നമ്മുടെ ഇതുവരെയുള്ള ലാൽജി 4 പേരാണ് ഫുഡ് സ്പോൺസർ ചെയ്ത ഇന്നത്തേക്കുള്ളതാണ്. അവരോടുള്ള നന്ദി സഭയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ഇത്രയും നാൾ നമ്മൾ പിരിച്ച തുക നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലും ലോൺ ഉൾപ്പെടെ നമ്മൾ തിരിച്ച തുക 18,11,092 രൂപയാണ്. അത് ടോട്ടൽ ചെലവ് ഈ പള്ളിയുടെ ഉൾപ്പെടെ ചെലവ് വന്നത് 19,56,588 രൂപ. അപ്പം ഇത്രയും ദൈവം സഹായിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ